ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. നേടാം LP-UPയുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ആറ്റത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ബേസിക്കായിട്ട് കുറച്ച് ആറ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്ലസ് ഇലക്ട്രോൺസ് എന്താണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് പ്രോട്ടോണും ന്യൂട്രോണൊക്കെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പ്രോട്ടോൺ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ബുക്സ് റെഫർ ചെയ്യുകയാണെങ്കിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ ഗ്യൂഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് നമ്മുടെ പുതിയ SCERT-യിലും തന്നിട്ടുണ്ട്. പുതിയ SCERT-യിൽ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററിലും കൂടി നമ്മൾ തന്നിട്ടുണ്ട് ഈ ഒരു പോയിന്റ്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് നമുക്ക് ഓരോരോ പോയിന്റ്സിലോട്ട് പോവാം. നോക്കാം. ഗ്യൂഗൻ ഗോൾഡ്സ്റ്റീൻ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ. അപ്പോൾ നോക്കി, അപ്പോൾ ഗ്യൂഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ വാതകങ്ങളെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഗ്യൂഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡ്സ്റ്റീൻ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് 1886-ലാണ്. ഈ ഒരു സെയിം സംഭവം നമ്മുടെ പുതിയ SCERT-നകത്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ പേര് നോക്കിയേ, നമുക്ക് പല രീതിയിൽ പ്രൊണൗൺസ് ചെയ്തത് കണ്ടിട്ടുണ്ട്. യൂജൻ ഗോൾഡ്സ്റ്റീൻ എന്നും ഇവിടെ ഒയ്ഗൻ ഗോൾഡ്സ്റ്റീൻ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ പേര് നമുക്ക് ആ ഒരു ഗോൾഡ്സ്റ്റീൻ എന്ന ഒരു വാക്ക് നിങ്ങൾ ഓർത്താലും മതി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രൊണൗൺസ് ചെയ്യാം. അപ്പോൾ യൂജൻ ഗോൾഡ്സ്റ്റീൻ, ഒയ്ഗൻ ഗോൾഡ്സ്റ്റീൻ എന്നാണ് SCERT-ൽ തന്നേക്കുന്നത്. അപ്പോൾ യൂഗൻ ഗോൾഡ്സ്റ്റീൻ എന്നോ ഒയ്ഗൻ ഗോൾഡ്സ്റ്റീൻ എന്നോ എങ്ങനെ വേണം നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാം. അപ്പോൾ ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇദ്ദേഹം എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഈ പോസിറ്റീവ് ചാർജുള്ള സാന്നിധ്യം, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ഒരു പ്രസൻസ് തിരിച്ചറിയുന്നത്. അത് 1886-ലാണ് കേട്ടോ. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും തെളിയിക്കാനും സാധിച്ചില്ല. പിന്നീടാണ് മെയിൻ ആൾ നമ്മുടെ ഏർണസ്റ്റ് റൂദർഫോർഡ് വരുന്നത്. അപ്പോൾ ഏർണസ്റ്റ് റൂദർഫോർഡാണ് പ്രോട്ടോൺ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ പോയിന്റ്സുകൾ നോക്കാം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ശരിയല്ലേ? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണെന്ന് ചോദിച്ചത് പ്രോട്ടോൺ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോൺ എന്തായിരുന്നു? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഇനി ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഏർണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കണം കൂടിയാണ് പ്രോട്ടോൺ. സോ ചോദിക്കാം എക്സാമിന്, ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കണം ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണത്? പ്രോട്ടോൺ ആണ്. ഇനി പ്രോട്ടോണിൻ്റെ മാസിന് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ്. സോ പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ്. സെറ്റ്. ഇതാണ് നമുക്ക് പോയിന്റ് ടു പോയിന്റ് നോക്കണം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം? ന്യൂട്രോണിൻ്റെ കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. അപ്പോൾ നോക്കി, അപ്പോൾ ന്യൂട്രോണിൻ്റെ കാര്യം വരികയാണ് ഇനി. അപ്പോൾ റൂദർഫോർഡ് കുറച്ച് പരീക്ഷണത്തിലൂടെയൊക്കെ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും. ന്യൂക്ലിയസ് നമുക്ക് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ എന്താണ്? വളരെ കൂടുതലാണെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇത് എന്താണ് ആ ഒരു ഡിഫറൻസിന് കാരണം? അല്ലെങ്കിൽ എന്നാൽ ഈ ഒരു വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് തെളിയിക്കാൻ സാധിച്ചില്ല. പിന്നീടാണ് അടുത്ത ആളുടെ എൻട്രി വരുന്നത്. 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്ന് അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ആണെന്നും കണ്ടെത്തി. അപ്പോൾ അങ്ങനെയാണ് ന്യൂട്രോൺ കണ്ടെത്തുന്നത് കേട്ടോ. അപ്പോൾ ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്ന പേര് നൽകി. അപ്പോൾ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺ മാത്രമല്ല എന്തുണ്ട്? ന്യൂട്രോൺ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ നോക്കിയാൽ ന്യൂട്രോണിൻ്റെ ആ ഒരു പോയിന്റ്സ് നോക്കാം. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂട്രോൺ ആണ്. ആറ്റത്തിൻ്റെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. 1932 ആറ്റത്തിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്. അപ്പോൾ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. സെറ്റല്ലേ? ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു ചാർട്ട്, അപ്പോൾ ഓരോ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും നമുക്ക് മൂന്നും കൂടി സെറ്റായിട്ട് പഠിച്ചേ പറ്റില്ല. നമുക്കറിയാം പ്രോട്ടോൺ
ബേസിക്കലി എന്താണ് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജാണ്, ന്യൂട്രോൺ എന്തില്ല ചാർജ് ഇല്ല. ഇത് നമുക്ക് ബേസിക്കലി അറിഞ്ഞൊരു കാര്യം. നിങ്ങൾക്ക് കെമിസ്ട്രി ടച്ചുള്ളവർക്ക് ഓക്കെ, അല്ലാത്തവർക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടും. അതുകൊണ്ട് നമ്മൾ ഈ കെമിസ്ട്രി ക്ലാസ് കുറച്ച് പതുക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ചാർജ് എന്താണ് പോസിറ്റീവ് ആണ്. അതിൻ്റെ ചാർജ് ഒന്ന് പഠിച്ച് വെച്ചേക്കണേ, 1.6 × 10⁻⁻19 കൂളം. ഓക്കെ അല്ലേ? അപ്പോൾ ഇലക്ട്രോണിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി, ന്യൂട്രോൺ ചാർജും ഇല്ല. അതുപോലെ മാസും, അപ്പോൾ മാസ് കിലോഗ്രാമിലും ഗ്രാമിലും തന്നിരുന്ന കൂടുതലും കിലോഗ്രാമിലാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. അപ്പോൾ രണ്ടും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻⁻27 kg ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? 9.1 × 10⁻⁻13. ഇത്രയും ഫുൾ നമ്പേഴ്സ് വേണ്ട, 2 ഡിജിറ്റ് മതി കേട്ടോ. നമ്മുടെ ഒരു പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് മതി. 9.1 × 10⁻⁻31 kg. ന്യൂട്രോൺ നോക്കിയേ, ന്യൂട്രോണിൻ്റെ മാസ് എത്രയാണ്? 1.67493. അത്ര 1.67 മതിയേ. 1.67 × 674 × 10⁻⁻27 kg. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ചാർജും മാസും വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചു. ഞാൻ ഈ ഒരു സംഭവം, ഈ ഒരു ചാർട്ട് നമ്മൾ ടെലിഗ്രാം ചാനലും കൂടി ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട്. ഇതങ്ങനെ പെട്ടെന്നൊന്ന് കാണാപ്പാടം പഠിക്കുക എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. സോ കുറേ പ്രശ്നം നോക്കി നമ്മളെ കണ്ണിൽ പതിപ്പിക്കുക കേട്ടോ. നമ്മൾ SCR ടെക്സ്റ്റ് ബുക്കിലും ഈ ഒരു മാസിനെ കുറിച്ചൊക്കെ കറക്റ്റ് ഒരു ബോക്സ് പോലെ തന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി അടുത്ത് നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം പറഞ്ഞു അല്ലേ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു ബേസിക് ആയിട്ട് നമുക്കതിൻ്റെ സ്ട്രക്ചർ, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ഒരു 2D സ്ട്രക്ചറാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ വരച്ച് പഠിക്കുന്ന ആ ഒരു രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കിതിൻ്റെ കാര്യങ്ങളിലോട്ട് പോവാം. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്താണ് ഉള്ളത്? ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിൻ്റെ സെൻറ്റർ ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും തമ്മിൽ സെറ്റായിട്ടിരിക്കുകയാണല്ലേ. അതിന് ചുറ്റും ചുറ്റും അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അല്ല, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് കറങ്ങുന്നു. ആ ഇതിന് നമുക്ക് ഓരോ ഇതിന് നമ്മൾ ഷെല്ല് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കിയേ. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ സെൻറ്റർ ഭാഗം എന്താണ്? ന്യൂക്ലിയസ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് ആരുണ്ട്? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസും ഉണ്ട്. ഓക്കെ അല്ലേ? ഇവർ രണ്ടുപേരെ കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്ന് പറയും. എന്താണ്? ന്യൂക്ലിയോൺസ് എന്ന് പറയും. നമ്മുടെ പോയിന്റ്സ് ഞാൻ തരുന്നുണ്ട്. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഒരു വട്ടം വരച്ച് ഞാൻ 2 ഇലക്ട്രോണെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ദാറ്റ് മീൻസ് ഇവിടെ ഓരോ ഷെല്ലാണ് ഇതിനെ വിളിക്കുക നമ്മൾ. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ഇൻ ഷെൽസ്, അല്ലെങ്കിൽ എനർജി ഊർജ്ജ മേഖല എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ ഇലക്ട്രോൺസ് അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളങ്ങനെ സാധാരണ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണ് ഇത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ അപ്പോൾ ആറ്റത്തിലെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂക്ലിയസ് ആണ് അല്ലേ. നമ്മൾ സെൻറ്റർ നമ്മൾ സിംപ്ലി പറയും അല്ലേ. അപ്പോൾ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ ആരൊക്കെയാണ്? അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരൊക്കെയാണ് ഉള്ളത്? ഇവിടെ പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണിൽ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആയിരിക്കും Pയും Nഉം, പ്രോട്ടോണും ന്യൂട്രോണും. സെറ്റല്ലേ? ഇനി പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ. അപ്പോൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? പ്രോട്ടോണും ന്യൂട്രോണും ചേർത്ത് വിളിക്കുന്നതാണ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് നമ്മൾ എന്തെന്ന് പറയാം? ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ഇനി ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? നമ്മുടെ ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. സെറ്റല്ലേ? ഇനി അടുത്ത കാര്യം, ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ട് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ജസ്റ്റ് ഇദ്ദേഹം റൂദർഫോർഡ്. അപ്പോൾ റൂദർഫോർഡാണ് ആറ്റത്തിൻ്റെ ഭൂരിഭാഗം എന്താണ്? ശൂന്യമാണ് എന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ വ്യക്തി, ആദ്യം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വ്യക്തി ഏർണസ്റ്റ് റൂദർഫോർഡ്. മിക്കവാറും ഗൈഡിലൊക്കെ കാണുന്നൊരു സംഭവമാണ്. ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് നോക്കിയാൽ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഈ ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിൻ്റെ വലിപ്പം എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ 10⁵ ഇരട്ടി വലുതായിരിക്കും. 10⁵ ഇരട്ടി വലുതാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അങ്ങോട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരാറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും പ്രോട്ടോൺസുകളുടെ എണ്ണവും എന്തായിരിക്കും? എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ ഏതൊരു ആറ്റം എടുത്തു കഴിഞ്ഞാലും പ്രോട്ടോണും
ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് എന്താണ്? ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ. ഇനി ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണ്? ആറ്റത്തിൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യം. ഇപ്പോൾ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഇങ്ങനെ രണ്ടും തുല്യമായത് കൊണ്ടാണ് ആറ്റം എന്താ പറയുക വൈദ്യുതിപരമായിട്ട് നിർവീര്യമായിരിക്കും എന്ന് പറയാൻ കാരണം. സോ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായത്. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്, പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. മാറിപ്പോവരുത്. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇത്രയും കാര്യം കിട്ടിയോ? അപ്പോൾ ഒന്ന് ക്വിക്കായിട്ടൊന്ന് പറയാം. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ഏതാണ്? ആറ്റത്തിൻ്റെ സെൻറ്റർ ഏതാണ്? ആറ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടോണും ന്യൂട്രോണും അല്ല, ഈ പറഞ്ഞ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഈ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നിട്ടുള്ള വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണപ്പെടുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നത് ആരൊക്കെയാണ്? പ്രോട്ടോണുകളും ന്യൂട്രോണും. then ചുറ്റും കറങ്ങുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ് അല്ലേ? ഇനി ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? അത് ന്യൂക്ലിയസ് ആണ്. ഇത്രയും കിട്ടിയില്ലേ? ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നമുക്ക് ഇനി അങ്ങോട്ട് ആവശ്യമാണ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണവും പ്രോട്ടോൺസിൻ്റെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സെറ്റല്ലേ? അപ്പോൾ ഇനി നമുക്ക് SCERT, ഇത് പഴയ SCERT ആണ്, 8ാം ക്ലാസ്സിലെ SCERT ബുക്കാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ആറ്റത്തിലെ മറ്റു കണികൾ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യം തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, മൗലിക കണങ്ങളായ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയ്ക്ക് പുറമെ മറ്റു ചില സൂക്ഷ്മകണങ്ങൾ കൂടി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ മുതലായവ ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കൂടാതെ എന്താണ് മറ്റ് കുറേ കണികൾ കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് പേര് മെൻഷൻ ചെയ്യുന്നതിന് ഇവിടെ മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ മുതലായവ ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പോൾ ഈ സംഭവങ്ങൾക്ക് എന്താ നമുക്കൊന്ന് ജസ്റ്റ് ഒറ്റ വാക്കിൽ നമുക്ക് വേഗം പഠിക്കാം. അപ്പോൾ ആറ്റത്തിൽ കാണപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് പോസിട്രോൺ. നോക്കി, ആറ്റത്തിൽ കാണപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജുള്ള എന്താണ്? ഇലക്ട്രോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് പോസിട്രോൺ എന്ന് പറയാം. ഓക്കെ, പോസിട്രോൺ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ട്രോണില്ലേ, അത് എടുത്തു, പോസിറ്റീവ് ചാർജുള്ളതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, പോസിട്രോൺ. അപ്പോൾ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആണ് ഇത് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റത്തിൽ കാണപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ, ശ്രദ്ധിക്കുക, പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ. നമുക്കറിയാം ഇലക്ട്രോൺ എന്താ ചാർജ്? നെഗറ്റീവ് ചാർജ് ആണല്ലോ. അപ്പോൾ ആറ്റത്തിൽ കാണപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ. കണ്ടെത്തിയത് ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണ്. ഒരു പോയിൻ്റാണ്. ഇനി അടുത്തത്, ചാർജ് ഇല്ലാത്തതും മാസ് തീരെ കുറഞ്ഞതും അല്ലെങ്കിൽ മാസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അറ്റോമിക് കണങ്ങളിലെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂട്രിനോ അല്ലെങ്കിൽ ആൻറ്റി ന്യൂട്രിനോ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഈ ഒരു പോയിന്റ്സ് ഒക്കെയാണ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പോസിട്രോൺ കിട്ടിയല്ലോ. പോസിട്രോൺ എന്ന് പറയുമ്പോൾ ആറ്റത്തിൽ കാണപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ എന്ന് പറയുന്നത്. കണ്ടെത്തിയത് ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണ്. ഇനി ചാർജ് ഇല്ലാത്തതും മാസ് തീരെ കുറഞ്ഞതുമായ അറ്റോമിക് കണങ്ങളിൽ മാസും ചാർജും ഇല്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഗൈഡിൽ കാണാൻ സാധിക്കും. അതാണ് ന്യൂട്രിനോ അല്ലെങ്കിൽ ആൻറ്റി ന്യൂട്രിനോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയില്ലേ? ഇനി അടുത്തതാണ് മീസോൺ. മീസോൺ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയും, മീസോണുകൾ എന്നും പറയുന്നുണ്ട്. അതും നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ് അല്ലേ? കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കി ഇവിടെ എന്താണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇവിടെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. സോ ഇവരെന്താണ്? ന്യൂക്ലിയോൺ. നമുക്ക് പ്രോട്ടോൺസും ന്യൂട്രോൺസും വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ എന്ന് പറയുക അല്ലേ? ഈ ന്യൂക്ലിയോണുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ആ ഒരു കണത്തിന് വിളിക്കുന്ന പേരാണ് മീസോൺ. ഓക്കെ അല്ല? അപ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോണും സെറ്റായിട്ട് ന്യൂക്ലിയസിന് സെറ്റായിട്ട് ഇരിക്കുകയാണ്. മീൻസ് അങ്ങനെ സെറ്റാക്കി ഇരുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു കണമാണ് എന്തല്ലെങ്കിൽ ആ രണ്ടും പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ആ ഒരു കണത്തിനെ വിളിക്കുന്ന പേരാണ് മീസോൺ. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? യുക്കാവ, ഹിഡേക്കി യുക്കാവ എന്ന് പറയും, ഒരു ജപ്പാൻകാരനാണ്.
ഹിഡേക്കി യുക്കാവ ഇദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് 1949 ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? മീസോൺ എന്ന് പറയുമ്പോൾ മനസ്സിലായോ? നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ ന്യൂക്ലിയോൺസ്, അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയോണിൻ്റെ അകത്ത് ഈ പ്രോട്ടോൺ ന്യൂട്രോണും കൂടി ചേർത്ത് വിളിക്കുന്ന ന്യൂക്ലിയോണുകൾ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയോണുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന കണമാണ് മീസോൺ. അപ്പോൾ ഇത് രണ്ടാണത്ത് നോക്കി സെറ്റാക്കി പിടിച്ച് നിർത്തുന്ന, ഹോൾഡ് ചെയ്ത് നിർത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന കണമാണ് എന്തെന്ന് പറയാം, മീസോൺ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അപ്പോൾ ഇത് ഒരു ജപ്പാൻകാരൻ്റെ കണ്ടുപിടുത്തമാണ്. ഹിഡേക്കി യുക്കാവ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ കണ്ടെത്തിയത്. യുക്കാവയാണ്, ജപ്പാൻകാരനാണ്. സോ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസും കൂടി ഫിസിക്സിൽ 1949 കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് എക്സ്ട്രാ ഇൻഫർമേഷനാണ് ഈ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു, കാണുമ്പോൾ തന്നെ അറിയുന്ന ഒരു ജപ്പാൻകാരൻ ലുക്ക് അല്ലേ. ഇനി അടുത്തത്, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ, സെറ്റല്ലേ? ഇനി അടുത്തത് മൗലിക കണങ്ങൾ. നമ്മുടെ SCERT പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നോക്കാം. ഒരു ആറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ കണങ്ങൾ ഉണ്ടാകുമെന്നും നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം മുതലേ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഡെഫിനിഷനിലൊക്കെ നമുക്ക് ആറ്റത്തിനെ വിഭജിക്കാൻ പറ്റുന്ന രീതിയിലായി ആദ്യം പറഞ്ഞു. പിന്നീട് എന്താണ്, ഒരു ആറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ ആരൊക്കെയുണ്ട്, പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ ഇതിനെ പിന്നെയും നമുക്ക് വിഭജിക്കാൻ പറ്റുമോ, ഇവയെ വീണ്ടും വിഭജിക്കാനാകുമോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണും ന്യൂട്രോണും പിന്നെയും നമുക്ക് വിഭജിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കീറി മുറിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് കട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അത് ഒരു മൗലിക കണമാണ്. നോക്കി, പിന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണിനെ നമുക്ക് പിന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെ വിഭജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ മൗലിക കണം എന്നാണ് വിളിക്കുന്നത്. സോ ഇലക്ട്രോൺ, അപ്പോൾ ഈ പറഞ്ഞ പ്രോട്ടോണും ഇലക്ട്രോൺ ന്യൂട്രോണും തന്നിട്ട് ഇതിൽ ഏതാണ് മൗലിക കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എഴുതാം ഏതാണ്, ഇലക്ട്രോൺ. കാരണം എന്താണ്, ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അത് ഒരു മൗലിക കണമാണ്. ഓക്കെ അല്ലേ? എന്നാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാവുന്നത് 3 വീതം കോർക്കുകൾ കൂടി ചേർന്നതാണ്. അതിനാൽ അവയെ മൗലിക കണങ്ങളിൽ പരിഗണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റത്തിൻ്റെ 3 കാര്യം പറയുമ്പോൾ പ്രോട്ടോണും, നമുക്കറിയുന്ന പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും മാത്രം അല്ലേ. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെയും വിഭജിക്കാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇലക്ട്രോണ് നമുക്ക് എഗെയിൻ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വിഭജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, മൗലിക കണം എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ മൗലിക കണം എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചിരുന്നത് ഇലക്ട്രോൺ തന്നെയാണ്. പിന്നെ ഈ പ്രോട്ടോണും ന്യൂട്രോണും എന്ത് പറ്റിയില്ല, അവനെ വിഭജിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്നാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാവുന്നത്, അപ്പോൾ നമുക്ക് എഗെയിൻ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഒന്നും കീറി മുറുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അത് ശരിക്കും അത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വീതം കോർക്കുകൾ കൂടിച്ച്. അപ്പോൾ ഈ 3 കോർക്കുകൾ ചേർന്നിട്ടാണ് ഈ പറഞ്ഞ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വാർക്ക്, ഒരു ക്വസ്റ്റ്യൻ വന്നു അല്ലേ. നോക്കിയേ, ആറ്റത്തിലെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്ന ഒരു ലഘു കണമാണ് ക്വാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ആറ്റത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ആ പ്രോട്ടോണും ന്യൂട്രോണും നിർമ്മിച്ചിരിക്കുന്ന ഒരു ലഘു കണമാണ് എന്തെന്ന് പറയാം, ഈ ക്വാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ പിന്നെയും നമുക്ക് വിഭജിക്കാൻ പറ്റില്ല, ഈ ക്വാർക്കോടെ കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വിഭജിക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഈ പറഞ്ഞ 3 കോർക്ക് വീതം, ഈ 3 കോർക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വേണം നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോട്ടോണിലും ന്യൂട്രോണിലും 3 കോർക്കുകൾ ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പിക്ചർ ടെക്സ്റ്റ് ബുക്കിലില്ല, നിങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. എ പ്രോട്ടോൺ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 അപ്പ്, ഇവിടെ യു എന്ന് കണ്ടില്ലേ, ഇത് അപ്പ് കോക്സ് എന്ന് പറയും. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ. മൊത്തത്തിൽ ഈ പ്രോട്ടോണും ന്യൂട്രോണും 3 കോർക്ക്, ഓരോരോ പ്രോട്ടോണിൻ്റെ അതിൻ്റെ അകത്ത് 3 കോർക്കും ന്യൂട്രോണിൻ്റെ 3, അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതിയേ. അപ്പോൾ അതിൽ പ്രോട്ടോൺ എന്ന് പറയുന്നതിൽ 2 അപ്പ് കോർക്കും 1 ഡൗൺ കോർക്കും കൂടി ചേർന്നതാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഡൗൺ കോർക്കും 1 അപ്പ് കോർക്കും കൂടി ചേർന്നതാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് അകത്ത് പോകേണ്ട കാര്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് തന്നത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നോക്കുക, അപ്പോൾ മൗലിക കണങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കൊരു ആറ്റത്തിൽ നമുക്ക് വിഭജിക്കാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു അല്ലേ.
അപ്പോൾ നമ്മൾ അതുതന്നെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് ഒരു ആറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ എന്തൊക്കെയുണ്ട് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ഉണ്ട് അല്ലേ. പിന്നെയും നമുക്കതിനെ വിഭജിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ച് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിഭജിക്കാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിനെ അതൊരു മൗലിക കണമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഭജിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടായിരിക്കുന്നത് കോർക്കുകൾ മൂന്ന് കോർക്കുകൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോട്ടോണിൽ 3 കോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആറ്റത്തിൽ ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ലഘു കണമാണ് കോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അതിൽ 3 കോർക്കുണ്ട്, ന്യൂട്രോണും 3 കോർക്ക്. അപ്പോൾ പ്രോട്ടോണിൽ ആ കോർക്കിൻ്റെ ആ ഒരു കമ്പോസിഷൻ വരുന്നത് എങ്ങനെയാണ്, 2 അപ്പ് കോർക്ക് അതിന് ഡീറ്റെയിൽ പോകേണ്ട കാര്യമില്ല, 2 അപ്പും 1 ഡൗണും. പിന്നെ ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ 2 ഡൗണും 1 അപ്പും. അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നമുക്ക് പോകേണ്ട കാര്യം, കാരണം കെമിസ്ട്രിയിലോട്ട് അങ്ങനെ അത്ര അങ്ങോട്ട് പോയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് പ്രശ്നം ചോദിച്ച ക്വസ്റ്റ്യൻസിലോട്ടാണ് ഓരോന്നും കണ്ടുപിടിച്ചത്. ലാസ്റ്റ് എല്ലാം പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് കണ്ടുപിടിച്ചൊരു പേരൊക്കെ മിസ്സായി പോകില്ല. അപ്പം അങ്ങനെ മിസ്സാവാതിരിക്കാൻ നമ്മൾ ആ കണ്ടുപിടിച്ചൊരു പേരൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്, ജോൺ ഡാൾട്ടൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്, ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്, ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര് തന്നെയാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ദെൻ പോസിട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്, കാൾ ആൻഡേഴ്സൺ. സെറ്റല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും ഇത്രയും കണ്ടുപിടിച്ച ആളുകളുടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതൊക്കെ എക്സാമിനൊക്കെ പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഓരോ പേരുകളെ. അപ്പോൾ നമ്മുടെ ഇന്നത്തോടെ ക്ലാസ്സോട് കൂടി നമ്മൾ ശരിക്കും ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ശരിക്കും നമ്മളൊന്ന് പഠിച്ചു അല്ലേ? നിങ്ങളെല്ലാം പഠിച്ചോ? സെറ്റായോ? അപ്പോൾ ആറ്റം എന്ന് പറയുമ്പോൾ സെൻറ്റർ അല്ല, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും, ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഉണ്ട്. അതിന് ചുറ്റുമാറില്ല ഷെല്ലിലൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ വലം വയ്ക്കുന്നുണ്ട് എന്നൊക്കെ പഠിച്ചു. പിന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത്, അതിൻ്റെ കാര്യങ്ങൾ, ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സോ ആ ഒരു സ്ട്രക്ചർ ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അല്ലേ? ഇനി സ്ട്രക്ചർ കഴിഞ്ഞു. പക്ഷേ എന്നാലും നമുക്കിനി എന്തുണ്ട്, ഇനിയും കുറേ കാര്യങ്ങൾ, ആറ്റം കഴിഞ്ഞിട്ടില്ല. ആറ്റത്തിനെ കുറിച്ച് നമുക്ക് ഇനിയും കുറേ മോഡൽസ് ഉണ്ട്, ആറ്റം മോഡൽസ് കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അതും നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആറ്റം മോഡൽസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ SCERT ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ, പുതിയതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഈ മോഡൽസും വരുന്നുണ്ട്. പിന്നെയും നമുക്ക് കുറേ ഐസോടോപ്പ്, ഐസോബാർ, മാസ് നമ്പർ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് തന്നെ പഠിക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഒരുപാട് സ്പീഡിലൊന്നും പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നത്. കിട്ടുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാവർക്കും ഒരു കെമിസ്ട്രി ചിലർക്കൊന്നും പെട്ടെന്ന് കിട്ടില്ലെന്ന് എപ്പോഴും പറയാറുണ്ട്. ഞാൻ ആദ്യം ഒരു കെമിസ്ട്രി സബ്ജക്റ്റ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നേരം കുറേ പേര് ചോദിച്ചായിരുന്നു കെമിസ്ട്രി ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ചെയ്ത് തരാമോ, പോയിന്റ് ടു പോയിന്റ് ആയിട്ട് തരാമെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചതാണ്. അതുകൊണ്ട് ഞാൻ കെമിസ്ട്രി എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പതുക്കെ കെമിസ്ട്രി എടുക്കാം. കാരണം 1 by 1 ആയിട്ട് കറക്റ്റായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്, കാരണം പെട്ടെന്ന് ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിക്കാവാത്ത ഒരു ഓർഡറിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആറ്റം എന്ന ഒരു സ്ട്രക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് മോഡൽസിനെ കുറിച്ചൊക്കെയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീക്ക്ലി ഒരു 2 ക്ലാസ്സസ് നമുക്ക് ചെയ്യാം. വീക്ക്ലി 2 ക്ലാസ്സസ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ പറ്റുന്ന വിചാരിക്കാൻ ബാക്കി ക്ലാസ്സുകളും കൂടി ഉണ്ടല്ലോ. സോ വീക്ക്ലി 2 ക്ലാസ്സസ് എന്തായാലും ഞാൻ കെമിസ്ട്രി തന്നിരിക്കും. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് SCERT, പഴയ SCERT, പുതിയ SCERT, പിന്നെ എക്സ്ട്രാ ഗൈഡും എല്ലാം റെഫർ ചെയ്തിട്ടാണ് പോയിൻറ്റ്സ് തരുന്നത്. മാക്സിമം ഒരു പോയിൻറ്റ്സും വിട്ട് പോകാതെ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ബോക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ടെലിഗ്രാമിലിടാം. ആരെങ്കിലും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം, ഒന്ന് നോക്കുക. ദെൻ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ജേർണി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ പോരുക, നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു.